സംഘപരിവാർ ഹർത്താലിൽ അക്രമികളെ കരുതൽ തടങ്കലിൽ എടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഡിജിപി. അക്രമികളുടെ ലിസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവികൾ വേണ്ടത്ര മുൻകരുതൽ എടുത്തിട്ടില്ലെന്ന് ഡിജിപി വിമർശിച്ചു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ജില്ലാ പോലീസ് മേധാവി ഇവരെ വിമർശിച്ചത്. ശ്യാമാർ ബാബു ഒപ്പം ഹെ സജീഷ് മറ്റ് സമഗ്രമായ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. സജീഷ്, ഒന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ വിമർശനമാണ്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊന്ന്, ഇക്കാര്യത്തിൽ സമഗ്രമായ അക്രമികളെ സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. 1000-ലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കർശനമായ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇതിന്റെ തുടർ നീക്കങ്ങൾ? അരുൺ, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് സംഘപരിവാർ ആസൂത്രണം ചെയ്ത വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഹർത്താലിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇതിന് പല സ്ഥലങ്ങളിലും CPM പ്രവർത്തകർ തിരിച്ചടി നൽകുകയും ചെയ്തു. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇന്നലെ ഉണ്ടായത്. ഇന്ന് രാവിലെയും പലയിടത്തും അക്രമ സംഭവങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സർക്കാർ ഹർത്താലിൻ്റെ മറവിൽ നടന്ന അക്രമത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് സർക്കാരിൻ്റെ ഇന്നലെ മുതൽ തന്നെയുള്ള നടപടികൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി വിവിധ ജില്ലാ കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസുകൾ വഴി അഭിമുഖം നടത്തുകയും ഒപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള അക്രമ സംഭവങ്ങളുടെ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ എടുക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഈ അക്രമികളിൽ നിന്ന് ഈടാക്കാനുള്ള മറ്റ് ചില വാർത്തകളിലേക്ക് പോയതിനു ശേഷം സജീഷിലേക്ക് വരാം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 2 ദിവസമായി നടന്ന അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെ പട്ടിക സ്പെഷ്യൽ ബ്രാഞ്ച് തയ്യാറാക്കി. 1000-ലധികം പേരുകളാണ് ഈ പട്ടികയിലുള്ളത്. ഇതിന്റെ വിവരങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഇപ്പോൾ DGP പോലീസുകാരോട് വിശദീകരണം തേടിയതടക്കമുള്ള മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ശ്യാമാർ ബാബു തിരുവനന്തപുരത്ത് നിന്ന്. ശ്യാം, എന്താണ് പോലീസ് മേധാവി ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി? വലിയ വീഴ്ച വിവിധ മേഖലകളിൽ നിന്നുണ്ടായിട്ടുണ്ട് പോലീസിന് എന്ന പൊതുവിലയിരുത്തലാണോ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്? അരുൺ, ഈ ഹർത്താൽ, അതായത് യുവതീ പ്രവേശനം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പോലീസ് ആസ്ഥാനത്ത് ഈ റിപ്പോർട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP നേരത്തെ തന്നെ ഈ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന വിവരം കൈമാറിയത്. മാത്രമല്ല, അതാത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ഒരു അക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയും നൽകിയിരുന്നു. എന്നാൽ പല ജില്ലകളിലും ഈ ഒരു അക്രമത്തിന് ഇത്തരത്തിൽ നൽകിയ പട്ടിക അനുസരിച്ച് മുൻകൂട്ടി ഇവരെ തടങ്കലിലാക്കുന്നതിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്നാണ് DGയുടെ വിമർശനം. DG ഇത് സംബന്ധിച്ച് വീഡിയോ കോൺഫറൻസിൽ ആണ് ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി DGP സൂചിപ്പിച്ചിരിക്കുന്നത്, ഇനി മുതൽ മുഖ്യമന്ത്രി കടന്നു പോകുന്നത് ഏത് ജില്ലയിലാണോ അതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം അതാത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ആയിരിക്കുമെന്നും DGP ചൂണ്ടിക്കാട്ടി. അത്തരത്തിലുള്ള സുരക്ഷ കൂടുതൽ DGP ഈ ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ഈ ഒരു വീഡിയോ കോൺഫറൻസിൽ പറഞ്ഞു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു നിയന്ത്രണം, അതായത് മുൻകൂട്ടി തന്നെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുള്ളതാണെന്നാണ് DGPയുടെ വിമർശനം. ശ്യാം, ഈ വ്യാപാരികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിലടക്കം പല മേഖലകളിലും ഗൗരവമായ വിമർശനം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ, ആലുവ മാർക്കറ്റിൽ ഒക്കെ വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്ന പൊതുവിലയിരുത്തലുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെയാണോ ഈ വിശദീകരണം തേടിയിട്ടുള്ളത്? അരുൺ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വിശദീകരണം ചോദിക്കുകയല്ല, മറിച്ച് വീഡിയോ കോൺഫറൻസ് സാധാരണഗതിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം DGP വീഡിയോ കോൺഫറൻസ് വഴി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുമായി സംസാരിക്കാറുണ്ട്. ഇന്ന് പ്രത്യേക ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് DGP വീഡിയോ കോൺഫറൻസ് വഴി ജില്ലാ പോലീസ് മേധാവിമാരോട് സംസാരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ഒരു വീഡിയോ കോൺഫറൻസിലാണ് ഇത്തരത്തിലൊരു വിമർശനമായിട്ടാണ് ഉന്നയിച്ചത്. മറിച്ച് എന്തെങ്കിലും വിശദീകരണം തേടുകയോ അല്ലെങ്കിൽ അവർ അതിന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് പല സ്ഥലങ്ങളിലും നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ പല ഇടങ്ങളിലും അത് നിയന്ത്രിക്കാൻ പോലീസിന് മുൻകൂട്ടി തന്നെ സാധിക്കുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നാണ് DGP ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും വിശദീകരണമൊന്നും DGP വാങ്ങിയിട്ടില്ല. മാത്രമല്ല, ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായ സംഭവങ്ങളിൽ, അതായത് അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്നതിൽ തൃപ്തികരമാണ് എന്നാണ് DGP വീഡിയോ കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായ ശേഷമുള്ള പോലീസ് നടപടി തൃപ്തികരമാണ്. മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കി, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് മുൻകൂട്ടി പട്ടിക തയ്യാറാക്കിയിട്ട് അവരുടെ പട്ടിക അനുസരിച്ച് കരുതൽ തടങ്കൽ എടുക്കുന്നതിൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് DGPയുടെ വിമർശനം. ശ്യാമാർ ബാബു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.
ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 2 ദിവസമായി നടന്ന അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെ പട്ടിക സ്പെഷ്യൽ ബ്രാഞ്ച് തയ്യാറാക്കി. 1000-ലധികം പേരുകളാണ് ഈ പട്ടികയിലുള്ളത്. അതേസമയം തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയിലും അക്രമ സംഭവങ്ങളുണ്ടായി. കെ സജീഷ് വിവരങ്ങൾ നൽകും. സജീഷ്, 1000-ലധികം പേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ നിലവിൽ മനസ്സിലാക്കുന്നത്. കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട്. എന്ത് തുടർ നടപടികളാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്? അരുൺ, കർശനമായ നടപടികൾ തന്നെയാണ് സർക്കാർ എടുക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്നലെ തന്നെ അതിൻ്റെ സൂചനകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ഹർത്താലിനോടനുബന്ധിച്ചുണ്ടായ വ്യാപകമായ അക്രമ സംഭവങ്ങളെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് മുഖ്യമന്ത്രി വിവിധ ഉദ്യോഗസ്ഥന്മാർക്കും വിവിധ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ അക്രമം നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ തോതിലുള്ള ശിക്ഷ ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി, ആരൊക്കെ ഈ അക്രമ സംഭവത്തിൽ പങ്കെടുത്തു എന്ന കാര്യം കൃത്യമായ രീതിയിൽ സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തുകയും വിവിധ വകുപ്പുകൾ അത് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് 1000-ഓളം പേരുടെ ഫോട്ടോ അടക്കമുള്ള ഡീറ്റെയിൽസുകൾ ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ ശബരിമലയിൽ നിലയ്ക്കലിലും പമ്പയിലുമെല്ലാം വലിയ സംഘർഷമുണ്ടായപ്പോൾ ഈ അക്രമികളുടെ ആൽബം തയ്യാറാക്കിയാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പോലീസ് നടത്തുന്നത്. വിവിധ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ കൈവശമുള്ള CCTVകൾക്കൊപ്പം തന്നെ മറ്റു ഏജൻസികളുടെ കൈകളുള്ള CCTVകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇന്നലെ തന്നെ 745 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 628 പേരുടെ കരുതൽ തടങ്കൽ കസ്റ്റഡിയും ഇന്നലെ രാത്രി 10 മണിക്കൂറിൽ നടക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ പേരുടെ കരുതൽ തടങ്ക് ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ അല്പസമയത്തിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ അക്രമ സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ അക്രമം നടത്തിയ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഇവരിൽ നിന്ന് ഈടാക്കുക, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെ കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ചീഫ് സെക്രട്ടറി വിവിധ കളക്ടർമാർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലാ കളക്ടർമാരും ഇന്ന് തന്നെ കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകി സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്, അതുകൂടി കിട്ടിയ ശേഷമായിരിക്കും സർക്കാർ ഇത് സംബന്ധിച്ച് തുടർ നടപടി എടുക്കുക. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ആശങ്ക പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ ആഴ്ചയും ഈ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. ഇന്നലെയുണ്ടായ അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഈ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ ഗവർണറുമായി നേരിട്ട് കാണുകയും അക്രമ സംഭവങ്ങളുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി അത് ഗവർണർക്ക് കൈമാറാൻ ചെയ്യാനാണ് സാധ്യത. അതായത് ഇന്നലെ നടന്ന സംഘപരിവാർ അക്രമങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ എടുക്കുകയും ഒപ്പം തന്നെ വലിയ തോതിൽ ഇതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോവുകയാണ്. കെ സജീഷ് വിവരങ്ങൾ നൽകിയത്.